ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യ വിദേശ സർവകലാശാല ഏത്? ഡീക്കൺ യൂണിവേഴ്സിറ്റി, ഓസ്ട്രേലിയ. എവിടെയാണ് ഓസ്ട്രേലിയ ഡീക്കൺ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് തുടങ്ങുന്നത്? ഗുജറാത്ത് ഗിഫ്റ്റ് സിറ്റി. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നടക്കുന്ന 27ാമത് ദേശീയ യുവജനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതാര്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 27ാമത് ദേശീയ യുവജനോത്സവത്തിന്റെ പ്രമേയം എന്ത്? മൈ ഭാരത് വികസിത് ഭാരത് at 2047 with the youth for the youth. ചന്തുമ്പി ഫെസ്റ്റിവൽ അരങ്ങേറിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? അസം. ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവ് ഏത്? പ്രസാദം, ഉജ്ജയിൻ, മധ്യപ്രദേശ്. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിക്കുന്ന മലയാളി വനിതയാര്? ശ്വേത കെ സുഗതൻ. ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ കേരളത്തിലെ ആദ്യ മത്സ്യവിഭവ റെസ്റ്റോറന്റ് നിലവിൽ വന്നതെവിടെ? അഴാക്കുളം, വിഴിഞ്ഞം. ലോക വ്യാപാര സംഘടനയിലെ ഇന്ത്യയുടെ അടുത്ത അംബാസിഡറായി നിയമിതനാവുന്നതാര്? സെന്തിൽ പാണ്ഡ്യൻ സി. നിലവിലെ അംബാസിഡർ ആരാണ്? ബച്ചേന്ദ്ര നവ്നീത്. ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയിൽ ഇന്ത്യയുടെ അംബാസിഡറായി നിയമിച്ചതാരെ? ഡോക്ടർ വിധു പി നായർ. 2024 ജനുവരിയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 80. 62 രാജ്യങ്ങളിലേക്ക് വിസരഹിത പ്രവേശന അനുമതി. പട്ടികയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്? ഫ്രാൻസ്. AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ തുടങ്ങുന്നതെന്ന്? ജനുവരി 12, 2024. പുരുഷ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ആരാണ്? യോഷിമ യമാഷിറ്റ, ജപ്പാൻ. യോഷിമ യമാഷിറ്റ ഏത് മത്സരമാണ് നിയന്ത്രിക്കുന്നത്? ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ മത്സരം. T20 ക്രിക്കറ്റിൽ ഇന്ത്യയെ നയിക്കുന്ന പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് നേടിയ താരം? രോഹിത് ശർമ്മ. അഫ്ഗാനിസ്ഥാനെതിരായ 1ാം T20 മത്സരത്തിനിറങ്ങുമ്പോൾ രോഹിത്തിന്റെ പ്രായം എത്രയായിരുന്നു? 36 വയസ്സും 256 ദിവസവും. മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചതാര്? പ്രൊഫസർ MK സാനു. സംസ്ഥാനത്തെ ആദ്യ ദീപാലംകൃത പാലം ഏതാണ്? ഫറൂഖ് പാലം, കോഴിക്കോട്. ആർട്ടിസ്റ്റ് കേശവൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി? ചെറുനിയൂർ ജയപ്രസാദ്. എല്ലാ ആക്സിഡന്റ് സൈറ്റുകളും മാപ്പ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം എന്ന ഖ്യാതി പഞ്ചാബ് നേടിയത് ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ്? മാപ്പിൾസ് ആപ്പ്. യോഗശ്രീ എന്ന പേരിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലുള്ള കുട്ടികൾക്ക് സൗജന്യ പരീക്ഷാ പരിശീലനം നൽകുന്നതിനായി പദ്ധതി ആരംഭിച്ചത് എവിടെ? ബംഗാൾ. കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടി ലഭിച്ച RBI ഡെപ്യൂട്ടി ഗവർണർ ആര്? മെക്കൽ ഡി പത്ര. 33ാമത് ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ നടന്നത് എവിടെ? ഗുജറാത്തിലെ അഹമ്മദാബാദിൽ. 33ാമത് ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത് എന്നു മുതൽ എന്ന് വരെയാണ്? ജനുവരി 7 മുതൽ ജനുവരി 14 വരെ. 3 ദിവസത്തെ അന്താരാഷ്ട്ര ഒട്ടകോത്സവം സംഘടിപ്പിച്ചത് എവിടെ? രാജസ്ഥാനിലെ ബിക്കാനീറിൽ. ഒട്ടകങ്ങളുടെ അന്താരാഷ്ട്ര വർഷമേത്? 2024.
പുനർവികസനത്തിനായി അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന് കീഴിൽ റെയിൽവേ മന്ത്രാലയം അടുത്തിടെ ഉൾപ്പെടുത്തിയ കർണാടകയിലെ റെയിൽവേ സ്റ്റേഷൻ ഏത്? ഉഡുപ്പി സ്റ്റേഷൻ. അടുത്തിടെ ആപ്പിളിനെ പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയ കമ്പനി? മൈക്രോസോഫ്റ്റ്. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു എന്ന് കാട്ടി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയ രാജ്യമേത്? ദക്ഷിണാഫ്രിക്ക. മാസ്കിലൂടെ നൈട്രജൻ വാതകം ശ്വസിപ്പിച്ചുള്ള വധശിക്ഷയ്ക്ക് അനുമതി നൽകിയ രാജ്യമേത്? US. ഏത് സംസ്ഥാനത്തിനാണ് US കോടതി അനുമതി നൽകിയത്? അലബാമ. 2025 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 9 വരെ ചൈനയിലെ ഹാർബിനിയിൽ നടക്കുന്ന 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ മുദ്രാവാക്യമെന്ത്? ഡ്രീം ഓഫ് വിന്റർ, ലവ് എമംഗ് ഏഷ്യ. 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ ഏതെല്ലാം? പിൻബിൻ, നിനി എന്നു പേരായ 2 സൈബീരിയൻ കടുവക്കുട്ടികൾ. 34ാമത് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേത്? ഐവറി കോസ്റ്റ്. ദേശീയ കരസേന ദിനമായി ആചരിക്കുന്നത് എന്ന്? ജനുവരി 15. 2024 ജനുവരി 15-ന് എത്രാം കരസേന ദിനമാണ് ആചരിച്ചത്? 76ാമത് കരസേനാ ദിനം. 2024 ദേശീയ കരസേനാ ദിനത്തിന്റെ തീം എന്തായിരുന്നു? ഇൻ സർവീസ് ഓഫ് ദി നേഷൻ. പിൻകോഡുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി പിൻകോഡ് വാരം ആഘോഷിക്കുന്നത് എന്ന് മുതൽ എന്ന് വരെയാണ്? ജനുവരി 15 മുതൽ 21 വരെ. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഉറുദു കവിയാര്? മുനവർ റാ. ശ്രീവില്ലിപുത്തൂരിനടുത്ത് മേഘാലയ കടുവ സങ്കേതത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സിൽവർ ലൈൻ ചിത്രശലഭമേത്? സിഗരിറ്റീസ് മേഘ മലയൻസീസ്. എത്ര വർഷത്തിനിടെ ആദ്യമായാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് പുതിയ ചിത്രശലഭത്തെ കണ്ടെത്തിയത്? 33 വർഷത്തിനിടെ. കേരള സാഹിത്യവേദിയുടെ 2023 തകഴി സാഹിത്യ പുരസ്കാരം നോവൽ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച വ്യക്തി? ആർ അരുൺ. കൃതി ഇശാംബരം. 2023 തകഴി സാഹിത്യ പുരസ്കാരം ചെറുകഥാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച വ്യക്തി? VMA ലത്തീഫ്. കൃതി മുലയപ്പാടത്ത് പറമ്പ്, ഒരു ജാലക കാഴ്ച. 2023 തകഴി സാഹിത്യ പുരസ്കാരം കവിത വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച വ്യക്തി? ശ്രീദേവി കെ ലാൽ. കൃതി ഒരു ആളൊഴിഞ്ഞ വീട് പറയുന്നത്. 170 വർഷങ്ങൾക്കിടയിലെ ന്യൂസിലൻഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനപ്രതിനിധിയാര്? ഹന രോഹിതി മെയ്ഫി ക്ലാർക്ക്. ഡെൻമാർക്കിന്റെ പുതിയ രാജാവാര്? ഫെഡറിക് പത്താമൻ. രാജ്യത്ത് ദേശീയപാത വികസനത്തിന് കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ച സംസ്ഥാനമേത്? കേരളം. ഭൂമി ഏറ്റെടുക്കുവാൻ 5 വർഷത്തിനിടെ നൽകിയത് എത്ര കോടി രൂപയാണ്? 5580 കോടി രൂപ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇനി പുതിയ ക്വിസ് വീഡിയോസ് വരുമ്പോൾ അത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട, നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് ഹാഫ് എന്ന പുസ്തകം രചിച്ചതാര്? സഹറുദ്ദീൻ ഖണനാരി. ആരുടെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ് ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത? വൃദ്ധ കാരാട്ട്.
54-ാം ലോക സാമ്പത്തിക ഫോറം വാർഷിക യോഗത്തിന്റെ വേദിയായ സ്ഥലം ദാവോസ്, സ്വിറ്റ്സർലൻഡ്. ഡൽഹിയിൽ കൂട്ടബലാത്സംഗത്തിനിരയായ നിർഭയയുടെ ജീവൻ രക്ഷിക്കുവാൻ സിംഗപ്പൂരിലെ ആശുപത്രിയിലേക്ക് വിമാനത്തിൽ കൊണ്ടുപോയ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള ഷോർട്ട് ഫിലിമിന്റെ പേര് സാഹസി, ഡേറ്റ് ലൈൻ, സിംഗപ്പൂർ. ഗ്ലോബൽ സയൻസ് കേരള ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തതാര്? പിണറായി വിജയൻ. ഗ്ലോബൽ സയൻസ് കേരള ഫെസ്റ്റിവൽ വേദി ബയോ 360 ലൈവ് സയൻസ് പാർക്ക്, തോന്നയ്ക്കൽ, തിരുവനന്തപുരം. 2023 മനോരമ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ എസ് സോമനാഥ്. കേരള നിയമസഭയുടെ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാനായി സ്പീക്കർ നാമനിർദ്ദേശം ചെയ്ത MLA ആര്? ആന്റണി രാജു. ശില്പിയും ചിത്രകാരനുമായിരുന്ന MV ദേവന്റെ ഓർമ്മയ്ക്ക് ഏർപ്പെടുത്തിയ MV ദേവൻ പുരസ്കാരം ലഭിച്ച വ്യക്തിയും ഖാനായി കുഞ്ഞിരാമൻ. ജോലിക്കിടെ ജീവൻ നഷ്ടപ്പെടുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ കരാർ ജീവനക്കാർക്ക് എത്ര രൂപയുടെ ഇൻഷുറൻസിനാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയത്? 10 ലക്ഷം. 2020 ക്രിക്കറ്റിൽ 150 മത്സരങ്ങൾ കളിക്കുന്ന ലോകത്തിലെ ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് രോഹിത് ശർമ്മ. 2024 ജനുവരി 16 കുമാരനാശാന്റെ എത്രാം ചരമവാർഷികമാണ് ആഘോഷിച്ചത്? 100ാം ചരമവാർഷികം. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത് എന്ന്? ജനുവരി 16. നിപ്പ വൈറസിനെതിരെയുള്ള ആദ്യ വാക്സിൻ മനുഷ്യരിൽ പരീക്ഷണം ആരംഭിച്ച യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. സൂര്യപ്രകാശം മാത്രം ഉപയോഗിച്ച് ഊർജം പകരുന്ന ജലശുദ്ധീകരണ ശേഷിയുള്ള നാനോ പൗഡർ വികസിപ്പിച്ചെടുത്തത് ഏത് സർവകലാശാലയിലെ ഗവേഷകരാണ്? കേരള സർവകലാശാലയിലെ ഗവേഷകർ. ഏകദേശം 80 കിലോമീറ്റർ വീതി, 400 കിലോമീറ്ററിലധികം നീളം, 2500 മീറ്റർ ആഴമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലേസിയർ ആയത്? ലാംബർട്ട് ഫിഷർ ഗ്ലേസിയർ, അന്റാർട്ടിക്ക. 2024 ജനുവരിയിൽ ഹൈടെക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഹരിയാന കർണാൽ ജില്ലയിലുള്ള പൊട്ടാറ്റോ ടെക്നോളജി സെന്റർ വികസിപ്പിച്ച സങ്കര ഇനം ഉരുളക്കിഴങ്ങ് കുഫ്രി ഉദയ് മിനി ട്യൂബേഴ്സ്. ഭക്ഷണ വിതരണത്തിനായി മലയാളികൾ വികസിപ്പിച്ച തദ്ദേശീയ ആപ്പിന്റെ പേര് ലൈലോ. പൊതുമേഖലയിലെ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് നിലവിൽ വരുന്നത് എവിടെ? റീജിയണൽ ക്യാൻസർ സെന്റർ, തിരുവനന്തപുരം. നീതി ആയോഗ് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്കുപ്രകാരം 9 വർഷത്തിനിടെ ദാരിദ്ര്യമുക്തി നേടിയവരുടെ എണ്ണം എത്ര? 24.82 കോടി. നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 9 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ദാരിദ്ര്യമുക്തമായ സംസ്ഥാനമേത്? ഉത്തർപ്രദേശ്. ഇലക്ട്രോണിക് ടോൾ പിരിവ് സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുവാനും തട്ടിപ്പുകൾ തടയുവാനും ദേശീയപാത അതോറിറ്റി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന പദ്ധതിയുടെ പേര് വൺ വെഹിക്കിൾ വൺ ഫാസ്ടാഗ്. 2024 ഫെബ്രുവരി 1 മുതൽ ഒരു വാഹനത്തിന് അനുവദനീയമായ ഫാസ്ടാഗുകളുടെ എണ്ണം എത്ര? 1. ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സേനയുടെ ഭീകരവിരുദ്ധ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ സർവശക്തി. ലോക ഫുട്ബോളർക്കുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ലഭിച്ച താരം ലയണൽ മെസ്സി. എത്രാം തവണയാണ് മെസ്സി മികച്ച ലോക ഫുട്ബോളർക്കുള്ള പുരസ്കാരം നേടുന്നത്? 8ാം തവണ. മികച്ച വനിതാ ഫുട്ബോൾ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐറ്റാന ബോൺമറ്റി, സ്പെയിൻ. മികച്ച പുരുഷ പരിശീലകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെപ് ഗാർഡിയോല.
മികച്ച വനിതാ കോച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടതാര്? സെറീന വീക്ക്മാൻ. മികച്ച പുരുഷ ഗോൾ കീപ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടത്? എഡേഴ്സൺ. മികച്ച വനിതാ ഗോൾ കീപ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടത്? മേരി ഇയർപ്പസ്. സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ജേതാക്കളായ ടീം? റയൽ മാഡ്രിഡ്. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദിയായ സ്ഥലം? അരുണാചൽ പ്രദേശ്, ഇറ്റാനഗർ. സന്തോഷ് ട്രോഫിയിലെ നിലവിലെ ചാമ്പ്യന്മാർ ആരാണ്? കർണാടക. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരി ആരാണ്? KB ശ്രീദേവി. ജനുവരി 17 മുതൽ 20 വരെ നടക്കുന്ന ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2023-24 പ്രമേയം എന്ത്? സയൻസ് ആൻഡ് ടെക്നോളജി പബ്ലിക് ഔട്ട്റീച്ച് ഇൻ അമൃത്കാൽ. ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം നേടിയ ഇന്ത്യൻ സംസ്ഥാനം? കേരളം. 2024 ജനുവരിയിൽ ലാവാ പ്രവാഹമുണ്ടായ മൗണ്ട് മറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമേത്? ഇന്തോനേഷ്യ. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ സ്റ്റാർട്ടപ്പ് പുരസ്കാരം ലഭിച്ച മലയാളി പ്രൊഫസറുടെ കമ്പനി ഏത്? അപ്ലൈഡ് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ജനുവരി 15 മുതൽ 25 വരെ നടക്കുന്ന 76ാമത് ധനുയാത്ര ഉത്സവം നടക്കുന്നത് എവിടെ? ഒഡീഷ. ഏത് വർഷമാണ് കേന്ദ്ര സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് ധനുയാത്രയ്ക്ക് ദേശീയ ഉത്സവ പദവി നൽകിയത്? 2014 നവംബറിൽ. എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി ചരിത്രം കുറിച്ചതാര്? സാറ, ചെക്ക് റിപ്പബ്ലിക്. സാറയുടെ പ്രായം എത്ര? 4 വയസ്സ്. 2024 ജനുവരിയിൽ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ഫെലോഷിപ്പ് നേടിയവർ ആരൊക്കെയും? മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി, വേണുജിയും. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലാൻ 24ന്റെ വേദിയായ സ്ഥലം? വിശാഖപട്ടണം. സ്ഥലനാമങ്ങൾ, പിൻകോഡ് എന്നിവ നൽകുന്നതിലൂടെ ഒരു പ്രദേശത്തെ കാലാവസ്ഥ അറിയുന്നതിനായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയ സംവിധാനത്തിന്റെ പേര്? മൗസംഗ്രാം. ഈ സേവനം ലഭ്യമാകുന്ന ആപ്പിന്റെ പേര്? മൗസം. ഒരു വാചകം കേട്ട ശേഷം അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് മൊഴി മാറ്റുന്ന ജനറേറ്റീവ് AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിത ആപ്ലിക്കേഷൻ ഏത്? ഭാഷിണി പോഡിയം. ഭാഷിണി പോഡിയം വികസിപ്പിച്ച കമ്പനി? ടെക് ജൻഷ്യാം. 2023 ഡിസംബർ മാസത്തിലെ ICC പ്ലെയർ ഓഫ് ദി മന്ത് ആയ താരങ്ങൾ ആരൊക്കെ? പാറ്റ് കമ്മിൻസ്, ഓസ്ട്രേലിയ. ദീപ്തി ശർമ്മ, ഇന്ത്യ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പഠിപ്പി.